ഹലോ, ഈ ഒരു ഫ്രെയിം നിങ്ങൾക്ക് പരിചയമുണ്ടോ? അതെ, അയാളും ഞാനും തമ്മിൽ എന്ന ഫിലിമിൽ റിഡംഷൻ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ് കാണിക്കുന്ന ഹോസ്പിറ്റലാണ് ഇത്. അന്ന് ഇതൊരു ബോർഡിംഗ് സ്കൂളായിരുന്നു. 2-3 വർഷങ്ങൾക്ക് മുന്നാണ് ഈ ഒരു പ്രോപ്പർട്ടി റെനോവേറ്റ് ചെയ്ത് അടിപൊളി റിസോർട്ടാക്കി മാറ്റിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മൂന്നാറിലെ പോത്തമേട്ടിലുള്ള ലേമോൺ ഫോർട്ട് റിസോർട്ടിന്റെ വിശേഷങ്ങളാണ്. സോ വെൽക്കം ബാക്ക് ടു ദ ട്രാവൽ ഡെസ്റ്റിനി. ട്രാവൽ ഡെസ്റ്റിനിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്തവണ നമ്മളൊരു കമ്പനിയുടെ ആനുവൽ മീറ്റ് ഇവിടെ വെച്ചാണ് നടത്തുന്നത്. 2 ദിവസത്തെ പ്രോഗ്രാമാണ്. ഞങ്ങളിവിടെ ചെക്കിനായപ്പോൾ ഒരു വാം വെൽക്കമിങ് ഒക്കെ കിട്ടി കേട്ടോ. കൂടെ ഒരു കിടിലും വെൽക്കം ഡ്രിങ്കും. ചെക്കിൻ പ്രോസസ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ലഞ്ചിലേക്ക് കിടന്നു. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ഫുഡ് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടി റൂമിലേക്ക് പോയിട്ടോ. ആൽപൈൻ ഹെവൻ എന്ന കാറ്റഗറിയാണ് നമ്മൾ ഇന്ന് ഇവിടെ എടുത്തിരിക്കുന്നത്. 8 കാറ്റഗറിയിലായിട്ട് 53 റൂംസ് ആണ് ടോട്ടൽ ഇവിടെ ഉള്ളത്. കൂടാതെ മനോഹരമായ ഒരു സ്വിമ്മിംഗ് പൂളും ലോണും പിന്നെ 100 പാക്സ് കപ്പാസിറ്റി ഉള്ള ഒരു കോൺഫറൻസ് ഹോളും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. നമുക്ക് ആദ്യം റൂമിന്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഇതാണ് നമ്മുടെ ആൽപൈൻ ഹെവൻ എന്ന റൂം. ഈ റൂം വരുന്നത് റോയൽ പവലിയൻ എന്ന ബ്ലോക്കിലാണ്. ഇവിടുത്തെ ഭിത്തിയൊക്കെ പഴയ കരിങ്കല്ല് കൊണ്ടാണ് കെട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സമ്മർ സീസണിലും റൂമിൽ ചൂട് കുറവായിരിക്കും. പിന്നെ ഒരു നല്ല വാർഡ്രോബും അയൺ സ്റ്റാൻഡും ടിവിയും ഒക്കെ റൂമിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബാത്റൂമിലേക്ക് വരികയാണെങ്കിൽ അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട് കേട്ടോ. ടോയ്ലറ്റ് കിറ്റ്സും പിന്നെ ബാത്ത് ടവലും എല്ലാം നന്നായിട്ട് തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ആനുവൽ മീറ്റിന് ഈ റിസോർട്ട് തന്നെ ചൂസ് ചെയ്യാൻ മെയിനായിട്ട് 2 റീസൺസ് ആണ് ഉണ്ടായിരുന്നത്. നമ്മുടെ ക്ലയന്റിന് മൂന്നാറിൽ ക്രിക്കറ്റ് ഗ്രൗണ്ട് അല്ലെങ്കിൽ ഫുട്ബോൾ ടർഫ് ഉള്ള ഒരു റിസോർട്ട് വേണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. സോ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ 2 ഗ്രൗണ്ടും അവൈലബിൾ ആണ്. സെക്കൻഡ്, ഇവിടുത്തെ ക്ലൈമറ്റ് ആണ്. മൂന്നാറിൽ ഇത്രയും വ്യൂ ആംബിയൻസ് ഉള്ള റിസോർട്ട് വേറെ ഉണ്ടെന്ന് നമ്മൾ സംശയിച്ചു പോകുന്ന രീതിയിലാണ് ഇവിടുത്തെ ക്ലൈമറ്റ്. നിപ്പിൽ കോട വന്ന് മൂടി തൊട്ടടുത്തുള്ളവരെ പോലും കാണാൻ പറ്റാത്ത അവസ്ഥയിലാവും. സോറി, എന്റെ ക്യാമറയിൽ ഇടയ്ക്ക് മിസ്റ്റ് കയറിയിട്ട് ഒരു പോർഷൻ ബ്ലർ ആയിട്ടുണ്ട്. അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഗസ്റ്റ് ക്രിക്കറ്റ് കളി ആക്ടിവിറ്റീസിലായിട്ട് മുഴുകിയിട്ടുണ്ട്. ഇവരെങ്ങനെ ഈ ബോളൊക്കെ കാണുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. അതുപോലെ കോടയാണ് ചില സമയത്ത്. ഇത് കഴിഞ്ഞ് ഇവർക്ക് നമ്മൾ ഇന്നൊരു DJ പ്രോഗ്രാം ഒക്കെ ഇവിടുത്തെ കോൺഫറൻസ് ഹോളിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഡേ DJ, സെക്കൻഡ് ഡേ മ്യൂസിക് ഫ്യൂഷൻ എന്നൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ നമ്മുടെ ലൈറ്റ് ആൻഡ് സൗണ്ട് ടീം ഒക്കെ അതിന്റെ പരിപാടിയിലാണ്. നൈറ്റ് ഒരു കോമൺ ക്യാമ്പ് ഫയർ ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഈ മഞ്ഞത്ത് ക്യാമ്പ് ഫയർ ഒക്കെ ആസ്വദിച്ചിരിക്കാൻ ഒരു പ്രത്യേക ഫീലാണ്. DJ ക്യാമ്പ് ഫയർ ഒക്കെ കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പായിട്ടോ. സോ ഞങ്ങൾ നേരെ ഡിന്നർ കഴിക്കാൻ പോയി. ഇതിപ്പോൾ ലഞ്ചാണോ ഡിന്നറാണോ കൂടുതൽ നന്നായി എന്ന് പറയാൻ പറ്റാത്ത രീതിയിലായി അവസ്ഥ. അങ്ങനെ ഡേ 1 നല്ല രീതിയിൽ തന്നെ അവസാനിച്ചു. അപ്പം നമുക്ക് നാളെ രാവിലെ മോർണിംഗിൽ കാണാം. പിറ്റേന്ന് രാവിലെ 6 മണിക്ക് തന്നെ ഞാൻ എണീറ്റു കേട്ടോ. നല്ല കിട്ടിയില്ല ക്ലൈമറ്റ് ആണ് പുറത്ത്. ഒരു മഴയൊക്കെ കഴിഞ്ഞതിൻ്റെ ലക്ഷണമാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് പൂളിൽ ചാടിയിട്ട് വരാമെന്നാണ് പ്ലാൻ. അങ്ങനെ നേരെ പൂളിലേക്ക് എത്തിയപ്പോൾ അവിടെയും കോട മൂടി നിൽക്കുക കേട്ടോ. ചില സമയം ജനാലയുടെ കട്ട മാറ്റുന്ന പോലെ കോട മറഞ്ഞ് ദൂരെയുള്ള ഗ്രാമങ്ങളൊക്കെ കാണിച്ചു തരുവേ. മിനിറ്റുകൾക്കുള്ളിൽ അതൊക്കെ കോട വന്ന് മൂടുകയും ചെയ്യും കേട്ടോ. ഇഷ്ടമായോ? ഹൈക്കുവിന് പൂളൊക്കെ ഇഷ്ടമായോ? ചിരിച്ചേ, ഒന്ന് ചിരിച്ചേ. ഗൗരവാണോ? അസാധ്യ വ്യൂ തന്നെ കേട്ടോ. മോനെ ലൈഫിൽ ഒരു തവണയെങ്കിലും ഇവിടെ വന്നിട്ട് ഇങ്ങനെ കിടക്കണം കേട്ടോ. പൂളിൽ നിന്ന് സ്വർഗം മാതിരി ഇങ്ങനെ കാണാം ഇവിടെ. ഫുള്ള് ഈ അങ്ങോട്ടേക്കൊരു വാലിയാണ്, ഫുള്ള് വാലിയാണ് അങ്ങോട്ടേക്ക്.
ഒരു രക്ഷയില്ല കേട്ടോ, സൂപ്പർ. കിഡ്സ് പൂളിന്ന് ഇറങ്ങണം. വ്യൂ ഒരു രക്ഷയില്ല. ഇൻഫിനിറ്റി പൂൾ വിത്ത് ഫോഗ്. പൂളിൽ നിന്നുള്ള കാഴ്ചയാണ് നമ്മുടെ പൂള്. പക്കത അവിടെയൊക്കെ കോട ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ. അവിടെ ഫുൾ താഴത്തെ അങ്ങോട്ടേക്കൊന്നും വാലിയൊന്നും കാണുന്നില്ല. അവിടെയൊക്കെ ഫുള്ള് കോടയും കൊണ്ട് മൂടിയേക്കാം. എൻ്റെ മോനെ ജാതി വ്യൂ ആണെന്ന് രക്ഷയില്ല കേട്ടോ. അങ്ങോട്ടേക്ക് ഇപ്പൊക്കെ കോട മാറി വരുന്നുണ്ട്. നമുക്ക് ക്യാമറയും കൊണ്ടുപോകാം. അങ്ങനെ 10 മണിയായപ്പോൾ മീറ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഉച്ചയായപ്പോഴേക്കും മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അവർ ലഞ്ചും കഴിച്ചിട്ട് വീണ്ടും ബാറ്റും ബോളൊക്കെ ആയിട്ട് കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ ഈവനിങ്ങിൽ നമ്മൾ മ്യൂസിക് ഫ്യൂഷൻ ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് വരാം കേട്ടോ. ആക്ച്വലി ഒരു ഫിലിം ഷൂട്ടിങ്ങിന് വേണ്ടി സെറ്റ് ഇട്ടിരുന്നാണ് കേട്ടോ. പെപ്പയുടെ ഒരു ഫിലിമിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഷൂട്ടിങ് കുറച്ച് ഡിലേ ആയിട്ട് നിൽക്കുകയാണ്. സോ ഉടനെ തന്നെ അതിൻ്റെ ഷൂട്ടിങ് ആരംഭിക്കുമെന്നാണ് പറഞ്ഞത്. ഇവിടെ ആയിട്ടാണ് ഔട്ട്ഡോർ ഗെയിംസൊക്കെ കണ്ടിരുന്നത് കേട്ടോ. ചിൽഡ്രൻസ് പ്ലേ ഏരിയയും ഔട്ട്ഡോർ ഗെയിംസും ഒക്കെ ഉള്ളത് ഈ ഏരിയയിലായിരുന്നു. ഇവിടെ നമുക്ക് ബാഡ്മിൻ്റണിൻ്റെ ഒരു കോർട്ട് കാണും, പിന്നെ ഒരു ഫുട്ബോൾ കോർട്ട്, ഒരു ടർഫാണ്, ചെറിയൊരു ടർഫാണ്, അത്യാവശ്യം ഒരു ഫൈസിനൊക്കെ കളിക്കാൻ വേണ്ടിയിട്ടുള്ള. പിന്നെ അവിടെ ഒരു ക്രിക്കറ്റ് നെറ്റ്സ് വെച്ചിട്ടുണ്ട്, ഒരു ഹെലിപ്പാഡ് എല്ലാം ഉണ്ട് കേട്ടോ. അവിടെ ആയിരുന്നു ഇന്നലെ ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നത്. ആക്ച്വലി ഇത് മിക്ക ഫിലിംസും ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു റിസോർട്ട് തന്നെയാണ്. അയാളും ഞാനും തമ്മിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൽ മെയിൻ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനാണ്. അതിൻ്റെ ഹോസ്പിറ്റലായിട്ട് കാണിക്കുന്ന റിഡപ്ഷൻ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ് കാണിക്കുന്നത് തന്നെ ഈ റിസോർട്ടിലായിരുന്നു. ഇവിടെ പൃഥ്വിരാജും പ്രതാപോത്തനും സെലിംകുമാറും എല്ലാം കൂടെ അഴിഞ്ഞാടിയൊരു ഫിലിമായിരുന്നു സമ്പ്രദായം. അഴലിൻ്റെ ആഴങ്ങളിൽ സോങ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ എനിക്കത് ഷൂട്ട് ചെയ്തിരുന്നതും ഒക്കെ ഇവിടെ തന്നെയാണ്. ആ ഒരു മൂന്നാർ ഏരിയ ഒക്കെ വെച്ചിട്ടായിരുന്നു. ഇതുണ്ട് അതിൻ്റെ വേറൊരു, ഈ സെറ്റിൻ്റെ വേറൊരു സൈഡാണ് ഇത്. ഇന്നലെ ഇവിടെ DJയും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, അവിടെ വെച്ചിട്ടായിരുന്നു. ഇന്നലെ ഇവിടെ DJയും പിന്നെ ഇനിയാന്ന് DJയും ഇന്നലെ മ്യൂസിക് ഫ്യൂഷൻസ് ഒക്കെ ആയിരുന്നു. അവിടെ കോൺഫറൻസ് ഹാളിൽ വെച്ചിട്ടായിരുന്നു പരിപാടി ഉണ്ടായിരുന്നത്. നല്ല പരിപാടിയായിരുന്നു.
പിന്നെ അപ്പോൾ എന്തെങ്കിലും ഫങ്ഷൻസോ അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങൊക്കെ വെക്കാൻ ആഗ്രഹിക്കുന്നവർ ധൈര്യമായിട്ടും ഇവിടെ വെക്കാം. എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. റൂംസ് അവൈലബിൾ ആണ്. പിന്നെ അത്യാവശ്യം വലിയ ഏരിയ ആണ്. ഒരു 22 ഏക്കറുണ്ട് ഇത് ടോട്ടൽ ഇവരുടെ ഈ സ്ഥലം എന്ന് പറയുന്നത്. നമ്മുടെ ഈ പാക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 32 പേരായിരുന്നു, 31 പേരായിരുന്നു. 2 നൈറ്റ് പരിപാടിയായിരുന്നു. നമ്മൾ നേരത്തെ ബ്രോഡ്ബീനിൽ വെച്ചിട്ട് ചെയ്ത് ആ സെയിം ഗ്രൂപ്പിൻ്റെ തന്നെ വേറൊരു ഡിവിഷൻ്റെ ആയിരുന്നു ഇന്നലത്തെ പ്രോഗ്രാം. സോ അവരെല്ലാം ഹാപ്പി ആയിട്ട് പോയിട്ടുണ്ട്. അവർ കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് കുറച്ച് മുന്നേ ആണ് പോയത്. നമ്മളും ഇവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. ജസ്റ്റ് പേയ്മെൻറ്റ് കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് കുറച്ച് ലേറ്റായത്. സോ ഈ മനോഹരമായിട്ടുള്ള റിസോർട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് ഏറ്റവും ബെസ്റ്റ് റേറ്റിൽ തന്നെ നമുക്ക് എടുത്തു തരാൻ പറ്റും. നിങ്ങൾക്ക് ഗ്രൂപ്പായിട്ടോ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സായിട്ടോ ഒക്കെ ഇവിടെ വന്ന് ആസ്വദിക്കാവുന്നതാണ്. നമ്മുടെ പൂളിൻ്റെയൊക്കെ വീഡിയോസ് കണ്ടായിരുന്നു. അവിടെ താഴെയാണ് നമ്മുടെ പൂൾ വരുന്നത്. ഒരു അസാധ്യ വ്യൂ ആണ് പൂളിൽ നിന്നുള്ളത്. ഒരു രക്ഷയില്ലായിരുന്നു. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ എല്ലാം കൊണ്ടും നല്ലൊരു സ്ഥലം തന്നെയായിരുന്നു. എനിക്ക് പേഴ്സണലി കൂടുതൽ ഇഷ്ടപ്പെട്ടു. അവരൊക്കെ അവിടെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇതേപോലെ കുറേ ബെഞ്ചും സ്വിങ്സൊക്കെ ഉണ്ട് കേട്ടോ. വൈകിട്ടോ രാവിലെയൊക്കെ ഇവിടെ വന്നിരിങ്ങനെ ഇരിക്കാൻ ഭയങ്കര രസമാണ്. താഴത്തേക്കുള്ള വ്യൂ ഉണ്ടോ? പിന്നെ ഇവിടെ വന്നിരുന്ന ആരും ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുക അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യരുത് കേട്ടോ. കാര്യം താഴേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും റിക്കവർ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ. ആളെ തന്നെ കിട്ടില്ല. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. അവിടെ കണ്ടോ മേഘം ഇങ്ങനെ പോകുന്നു, ഫോഗും. ഇതാ അവിടെ ഭയങ്കര സൂര്യൻ്റെ കിട്ടു. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. സോ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ. നമുക്കിപ്പോഴും 900 സംതിങ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ. നമുക്കിനിയും കൂട്ടേണ്ടതുണ്ട്. നമ്മുടെ വ്യൂവർഷിപ്പ് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നമ്മൾ കൂടുതൽ പേര് അറിയുള്ളൂ. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മൾ പുതിയ റിസോർട്ടിൻ്റെ വിശേഷങ്ങളായിട്ട് ഇനിയും വരുന്നതായിരിക്കും. ഇതേപോലെ നല്ല ഒതൻറ്റിക്കായിട്ട് നല്ല അടിപൊളി റിസോർട്ടുകൾ നമ്മൾ ഇനിയും നിങ്ങളെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. സോ ദിസ് ഇസ് അഫ്സൽ ഇസ്മായിൽ സൈനിങ് ഓഫ്.